ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 3 മാസം മുൻപേ ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ്സിനകത്ത് മിക്കവാറും ഒത്തിരി സംശയങ്ങൾ, മിക്കവാറും ആ ഒരു വീഡിയോയൊക്കെ കണ്ടത് കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായതുകൊണ്ട് മാതാപിതാക്കൾ ഒത്തിരി ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പൊതുവെ നല്ല രീതിയിൽ സംശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ എല്ലാ സംശയങ്ങളും അതിനുള്ള ഉത്തരവും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ 90+ മൈ ട്യൂഷൻ ആപ്പ് എന്താണെന്നും അതെങ്ങനെയാണെന്നും ഉപയോഗിക്കാനായിട്ടും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഞാൻ മേളിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടെ കണ്ടിരിക്കുക. ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ക്ലാസ് മലയാളത്തിലുണ്ടോയെന്നായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ സർവീസാണ്. അത് ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് മാക്സിമം മലയാളം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഈ ക്ലാസ് എന്ന് പറയുന്നത് ലൈവായിട്ട് ഓൺലൈനാണോ അതോ റെക്കോർഡഡ് സെഷനാണോ എന്നുള്ളത്. ഈ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് സെഷനാണ്, നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു സംശയമാണ് ഇതിനെന്തെങ്കിലും ടൈം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു അക്കാഡമിക് ഇയറിലേക്കാണ്. അപ്പോൾ ആ ഒരു അക്കാഡമിക് ഇയർ തീരുന്നതും വരെയുള്ള സമയത്ത് നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തി നമ്മുടെ ഈ അക്കാഡമിക് ഇയർ എപ്പോഴാണോ തീരുന്നത്, അതായത് എക്സാംസ് ഒക്കെ ഇനി എപ്പോഴാണോ വരുന്നത്, ആ എക്സാം തീരുന്ന സമയം വരെയും നമുക്ക് ഈ ഒരു വീഡിയോസ് എപ്പോൾ വേണമെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഒരു സംശയമായിരുന്നു, അതായത് 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഫീസ്, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറൊരു ഫീസ്, 11, 12 വേറൊരു ഫീസ്. അങ്ങനെയാണ് ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീസ് എന്ന് പറയുന്നത് മന്ത്ലി ആണോ അതോ ഇയർലി ആണോ എന്നുള്ളത്. ഇതിലെ ഫീസ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിലേക്കുള്ളതാണ്. അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിലെ സാധാരണ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ ടു മാർച്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ഫൈനൽ എക്സാം എപ്പോൾ നടക്കുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എക്സാം എപ്പോഴാണോ നടക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ടുള്ള ആക്സസ് കിട്ടുന്നതായിരിക്കും. ഈ അടുത്ത ഇടയ്ക്ക് വന്ന സംശയമായിരുന്നു ഇനിയും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സാധാരണ സ്കൂളിൽ പോയി പഠിക്കുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ പോർട്ടലാണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സെഷൻസാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ കാലാവധി കഴിയുന്നിടം വരെ നമുക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അടുത്ത ഒരു ചോദ്യമായിരുന്നു ഐഫോണിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റത്തില്ല. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഈ 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത്. അത് ആപ്പിൾ സ്റ്റോറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. താമസിയാതെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഒരു ചോദ്യമായിരുന്നു, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അക്കൗണ്ടിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ. നമ്മളുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. സാധാരണ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ചെയ്യുന്നത് പോലെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഹെൽപ്പ് ലൈനൊക്കെ നമുക്ക് തേടാൻ പറ്റും. ആ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അടുത്ത ഒരു ചോദ്യമായിരുന്നു, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയുമ്പോഴേക്കും പോസ്റ്റൽ കോഡ് എന്ന് പറയുന്ന ഒരു ബോക്സ് വന്നിട്ടുണ്ട്. എന്താണത്? പോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പിൻ കോഡ്.
6 പിൻ കോഡാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വന്നൊരു സംശയമായിരുന്നു, ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു യൂസർ നെയിം കൊടുക്കാനായിട്ടാണ് ആദ്യത്തെ ഓപ്ഷൻ കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ യൂസർ നെയിം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് യൂസർ നെയിം ഈസ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് മൊത്തത്തിൽ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുള്ള യൂസർ നെയിം ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു യൂസർ നെയിം അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു യൂസർ നെയിം ഇട്ടിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ അടുത്ത ഒരു സംശയമായിരുന്നു, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു, പക്ഷേ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 90+ മൈ ട്യൂഷൻ ആപ്പിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കാം. അതായത് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നുള്ളതും തീർച്ചയായിട്ടും അറിയാനായിട്ട് നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് കോളുകൾ വരാം. അടുത്തൊരു ചോദ്യമായിരുന്നു, ഈ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസും ഇമെയിൽ അഡ്രസ്സും ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലേ എന്നുള്ളത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആരാണോ ലോഗിൻ ചെയ്യുന്നത് ആ ആളിൻ്റെ ഡീറ്റെയിൽ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ അവിടെ പറയുന്ന കാര്യങ്ങൾ മൊത്തം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിനെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല. അടുത്തതായിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസർ നെയിം കൊടുത്തിട്ട് അടുത്തതായിട്ട് പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്കിന് പാസ്വേഡിന് എന്തെങ്കിലും പോളിസി ഉണ്ടോ എന്നുള്ളത്. ചിലർ പാസ്വേഡ് കൊടുത്തിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള പാസ്വേഡുകളൊന്നും ഇടാതിരിക്കുക. ഇപ്പോൾ ABCD അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനെയൊക്കെ പറയുന്ന പാസ്വേഡുകൾ ഇടുന്നതിന് പകരം നമ്മളിടുന്ന പാസ്വേഡിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ മിനിമം 8 ഡിജിറ്റ് നമ്പർ, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെ നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലാതെ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കിയ ആൾക്കാർക്കുള്ള സാധാരണ രീതിയിലുള്ള സംശയങ്ങൾ. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവേഷൻ കീ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് 90+ മൈ ട്യൂഷൻ ആപ്പിൻ്റെ ഹെൽപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഒരു കോൺടാക്റ്റ് നമ്പറും കൂടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാം. കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങളെല്ലാം വീഡിയോയുടെ തൊട്ടുതാഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.